ഹലോ, ഇന്നൊരു റാൻഡം ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ജ്വല്ലറികളും ഹെയർ ആക്സറീസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വൈകുന്നില്ല, വേഗം വീഡിയോയിലോട്ട്. നമുക്ക് ജ്വല്ലറികൾ കണ്ടിട്ട് പിന്നെ ഹെയർ ആക്സറീസ് ഒക്കെ കാണാം. ഫസ്റ്റ് തന്നെ ഒരു ഇയർ കപ്പാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണമേ ഉണ്ടാവും, രണ്ടെണ്ണം ഉണ്ടാവില്ല, അങ്ങനെ പെയറായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെവിയിൽ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക വേണ്ടേ. അപ്പോൾ ഇത് ഞാൻ കുറേ കാലമായി നോക്കുന്നു. അപ്പോൾ ഫൈനലി എനിക്ക് കിട്ടിയത്. അത്യാവശ്യം റേറ്റ് ഉണ്ട്, കാരണം ഇത് സോഹി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരെണ്ണത്തിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരെണ്ണം ഇട്ട് നടക്കണം. അതൊരു വെറൈറ്റി അല്ലേ, കണ്ടോ? ഇങ്ങനത്തെ പല ഡിസൈനിലുണ്ട്. അപ്പം ഇതിന് 200 സംതിങ് റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമായി, നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറൊരു ബ്രാൻഡിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് ആമസോണിൽ തന്നെ, അതിന് 180 ആണ്. അതിനും നല്ല റിവ്യൂസ് ഉണ്ട്. പറ്റുമെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുക്കാം. എനിവേ ഇത് അടിപൊളിയായിട്ടുണ്ട്, കാരണം ഒറ്റ ചെവിയിലിട്ടിട്ട് നമ്മൾ നടക്കല്ലേ, ഒരു വെറൈറ്റി അല്ലേ സംഭവം. എനിക്കിഷ്ടമായി. നമ്മൾ സാധാരണ ഹാൻഡ് കഫും അങ്ങനെയൊക്കെയല്ലേ കണ്ടിട്ടുള്ളത്. അപ്പം ഇയർ കഫ് എന്താ ഇതിന് ഞാനിതിൻ്റെ സിൽവർ നോക്കിയിരുന്നു, പക്ഷെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല. പിന്നെ ഇതിങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ ചെവി വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെയാണ് സംഭവം ഉള്ളത്. നമ്മളിങ്ങനെ വടി ഇങ്ങനെ നടക്കില്ലേ, എന്താ പറയുക, ഒരു സ്റ്റിക്കില്ലേ നമ്മളിങ്ങനെ കുത്തി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അറ്റം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിങ്ങനെ ഇടുമ്പോൾ വേദനയോ അല്ലെങ്കിൽ ഇതിവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ട് വെക്കണ്ട, അപ്പോൾ വേദനയോ അങ്ങനെയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. അപ്പോൾ അടുത്തത് വന്നിട്ട് ഒരു നെക്ലേസ് സെറ്റാണ് കേട്ടോ, ചോക്കർ സെറ്റാണ് അടുത്തത്. സെനീം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബ്രാൻഡിനെ വാങ്ങുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പാർവതിയില്ലേ, നമ്മുടെ ഇൻ്റർവ്യൂ ചെയ്ത് യൂട്യൂബിലൊക്കെ കാണും. അപ്പോൾ അവള് ഇട്ട് കണ്ടു ഇതുപോലത്തെ ഒരു ചോക്കർ സെറ്റ്, സിൽവറിൽ പേളിൻ്റെ ഡിസൈൻ വന്നത്. ഞാൻ സെയിം കുറേ ആമസോണിൽ നോക്കി, പക്ഷേ ഏതാണ്ട് അതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം, കണ്ടോ? ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിൽവർ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ആണ്, കണ്ടോ? പിന്നെ അതിൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ പേളിൻ്റെ ഡിസൈനും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കോയിൻ ഡിസൈനാണ് വന്നിട്ടുള്ളത്. ലക്ഷ്മിൻ്റെ കാശിമാലയിൽ ആ ഒരു കാശി, അതിൻ്റെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കമ്മലുകളും വരുന്നുണ്ട്. ഇതിൻ്റെ പെയറായിട്ട് സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത്, കണ്ടോ? എനിക്കിതൊരു വെറൈറ്റി ആയി തോന്നി. സാധാരണ നമുക്ക് പേളും ഇങ്ങനെ സിൽവർ ഓക്സിഡൈസ്ഡും ആയിട്ടുള്ള ഇങ്ങനെ ഒരു ചോക്കർ സെറ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ ആ കുട്ടി കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞാൻ നോക്കി കണ്ടുപിടിച്ചതാണ്. ഇത് എത്രമാത്രം എന്താ പറയുക നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതിന് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വേറൊരു ഡിസൈനും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെർച്ച് ചെയ്യുമ്പം അതിൻ്റെ കൂടെ തന്നെ സജഷനിൽ വരും കേട്ടോ. ഇതിൻ്റെ വേറൊരു ഡിസൈൻ ഉണ്ട്, അതിന് 300 സംതിങ് ആണ്, ഇതിന് 400 സംതിങ്ങിൻ്റെ റേറ്റ്. എനിക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, എനിക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഒരൈറ്റം. അടുത്തത് വന്നിട്ടൊരു ഹെയർ ബ്രഷാണ് കേട്ടോ. ഇത് അഗാറോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹെയർ ബ്രഷാണ്. എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പം അധികം കണ്ടുവരുന്നൊരു ബ്രാൻഡാണ് അഗാറോ. അപ്പം അഗാറോയുടെ ഒരു ഹെയർ ബ്രഷാണ് ഞാൻ ഇപ്പോഴാണ് വാങ്ങിച്ചത്. എൻ്റെ കയ്യിൽ ചെറിയൊരു ഹെയർ ബ്രഷ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു വലിയതില്ല, ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹെയർ ബ്രഷ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നി. ഇത് ഡീടാങ്കിൾ ചെയ്യുവാനും അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഹെയർ കെട്ടാൻ, അതായത് ഹെയർ സ്റ്റൈൽ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സ്മൂത്തായിട്ട് ഉണ്ട്, കണ്ടോ? എനിക്കിഷ്ടമായി. ഏതായാലും ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. അതിന് 200 സംതിങ് ആണ് തോന്നുന്നു റേറ്റ്. എന്തായാലും ലിങ്ക്സ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഏതായാലും ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളി ആയിട്ടുണ്ട്. അപ്പം ഇത് അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പ് ഒരു ഹെയർ ബ്രഷാണ്, കണ്ടോ? അപ്പം എനിക്ക് ഇഷ്ടമായി ഇത്. എന്തായാലും ഇങ്ങനെ മുടി ഇങ്ങനെ എന്താ പറയുക, സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാം. എനിവേ എന്താ പറയുക, അത്യാവശ്യം മുടി കട്ടിയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ അല്ലെങ്കിൽ മുടി കനക്കുറവുള്ളവർക്കൊക്കെ ഇത് സ്കാൾപ്പിൽ ഇങ്ങനെ തട്ടും. അപ്പം ഇതാണ് ഒരു സാധനം.
അടുത്തത് ഒരു ജാസ്മിൻ ഹെയർ ടൈ ആണ്, ജാസ്മിൻ കൊണ്ടുള്ള, അതായത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ് കേട്ടോ. ഇങ്ങനത്തെ ഇത് ആക്ച്വലി ഞാൻ വിഷുവിന് ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്, പക്ഷെ നടന്നില്ല. കാരണം വിഷുവിൻ്റെ തലേന്നാണ് ഇത് എനിക്ക് എത്തിയത്, ഇതെൻ്റെ കയ്യിലെത്തിയത്. അപ്പോൾ ഇതിന് എന്താ ഒരു സെൻറ്റ് ഉണ്ട് കേട്ടോ, ഒരു മണമൊക്കെ ഉണ്ട് ഇതിന്, ചെറിയ ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെറുപ്പത്തിലേ നമ്മൾ കണ്ടതല്ലേ, എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു മുല്ലമൊട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുതായിരുന്നു. അപ്പോൾ ഇത് അതിനേക്കാളും ചെറുതായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ ഇലാസ്റ്റിക് ടൈപ്പാണ് ഇത്. നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ എന്തായാലും ഒറിജിനൽ മുല്ലയാണെന്ന് തോന്നുകയുള്ളൂ. കാരണം നമ്മൾ ബൺ സ്റ്റൈൽ, ബൺ പോലെ മുടി കെട്ടിയിട്ട് അതിനെ അങ്ങനെ ഇതിനെ കൊണ്ട് ടൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ മുല്ലയാണെന്ന് തോന്നും ദൂരെ നിന്നൊക്കെ. അപ്പം പെട്ടെന്ന് നമുക്ക് മുല്ലയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത്. 2 എണ്ണമായിട്ടാണ് വരുന്നത്, ഒരു പെയർ പോലെയായിട്ടാണ് വരുന്നത്. ഇതിന് രണ്ടും കൂടെ 190 അങ്ങനെയാണ് റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ 2 എണ്ണമാണ് കേട്ടോ കിട്ടിയത്. ഏതായാലും ആ ഒരു റേറ്റിന് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഐറ്റം. അടുത്തതെന്ന് പറയുന്നത് ഒരു ബോഹോ ഹെയർ ക്ലിപ്പില്ലേ, ഇങ്ങനത്തെ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയത്തിൽ നമ്മൾ ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹെയർ ക്ലിപ്പ്, ഈ ഒരു ഹെയർ ടൈ കുട്ടികൾക്കും യൂസ് ചെയ്യാം, പിന്നെ നമുക്കും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഒരു ഹെയർ ടൈ ആണിത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൽ സൈഡിൽ ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ ഷോർട്സിലോ അങ്ങനെ എന്തെങ്കിലും കാണിക്കാം ഇത് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈൽസ്. ഏതായാലും എന്താ പറയുക, ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. കാരണം ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് അല്ലേ, എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്ന ബീഡ്സും പിന്നെ കണ്ടോ ഇതുപോലെ ഷെൽസൊക്കെ ആയിട്ട്. അപ്പോൾ അത്യാവശ്യം വർക്കുള്ളൊരു സാധനമാണ്, അതുകൊണ്ട് തന്നെ ഒരു റേറ്റ് ഉണ്ട്. ഞാൻ വാങ്ങിക്കുമ്പോൾ 300 സംതിങ്ങോ മറ്റോ ആണ് ഇതിൻ്റെ റേറ്റ്. ഇപ്പം ഇത് എന്താ പറയുക സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. എനിവേ സംഭവം സൂപ്പറാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇത് സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യാം കേട്ടോ, അങ്ങനെയുണ്ട്. ഇത് ഇങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിവേ എനിക്കിതൊരുപാട് ഇഷ്ടമായി. അടുത്തത് വന്നിട്ട് ഒരു ഓർഗനൈസറാണ്. ഇതെന്താ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എന്താ തോന്നിയേ? അപ്പോൾ ഇത് നമുക്ക് ബാഗിലൊക്കെ ഇങ്ങനെ എന്താ പറയുക കൊളുത്തിയിട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റും. ട്രാവൽ ഫ്രണ്ട്ലി ആണ്, മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയണം. ഇത് ആക്ച്വലി ഒരു ലിപ്സ്റ്റിക് ഓർഗനൈസറാണ് കേട്ടോ. കണ്ടോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഞാനിവിടെ 2 ചെറിയ മാക്കിൻ്റെ മിനി ലിപ്സ്റ്റിക് ഇട്ടിട്ട്, എൻ്റെ മാക്കേ ഈശ്വര പൊട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് മാക്ക് മിനി ലിപ്സ്റ്റിക് ആയത്. അപ്പോൾ ഈ 2 മിനി ലിപ്സ്റ്റിക്കുകളാണ് ഇതിൽ ഇട്ടത്. എന്നിട്ടും ഇതിൽ സ്പേസ് ഉണ്ട് കേട്ടോ, സ്പേസ് ഉണ്ട് സംഭവം. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് എന്താ പറയുക ഇട്ടുകൊണ്ട് പോവാം. ഏതായാലും സാധനം അടിപൊളിയാണ്, ഒരു സ്റ്റാൻഡേർഡ് ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കിഷ്ടമായി. നമുക്ക് ബാഗിൽ തൂക്കിയിട്ടിട്ട് പോവുകയും ചെയ്യാം. കണ്ടോ പിന്നെ എന്താ പറയുക ഇങ്ങനത്തെ ഒരു റിബണൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും നല്ല സ്റ്റൈലായിട്ടുണ്ട് സാധനം, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരൈറ്റം. അപ്പോൾ എനിക്കേതായാലും ഇഷ്ടമായി. അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഇന്നത്തെ ഹോൾ വീഡിയോയിലുള്ളത്. പ്രൊഡക്റ്റുകളുടെ ലിങ്ക്സൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഹോൾ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിപ്പോയി. ഞാൻ ഇതിലും വേറൊരു ഹോൾ വീഡിയോ ആയിരുന്നു പ്ലാൻ ചെയ്തപ്പം അവസാന നിമിഷം എന്താ പറയുക ചില സാങ്കേതിക തകരാറുകൾ മൂലം പരിപാടിയിൽ കുറച്ച് തടസ്സം നേരിട്ടു, അതുകൊണ്ടാണ്. അപ്പോൾ എനിവേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.